എന്റെ മോളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്റെ മോളുടെ അപ്പനല്ല എന്ന് പറയുന്ന ആ വ്യക്തി ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ട വീഡിയോസും യൂട്യൂബിലിട്ട വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യണം, ഞാൻ കോടതിയിൽ വന്ന് നിങ്ങൾക്ക് ചെലവിന് തന്നോളാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് ഡിലീറ്റ് ചെയ്യില്ല, ഇനി DNA ടെസ്റ്റ് ചെയ്ത് അത് തെളിയിച്ചിട്ട് നിങ്ങൾ എന്റെ മോളുടെ അപ്പനാണോ അല്ലെന്ന് തെളിയിച്ചതിന് ശേഷം അത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അല്ലാതെ അയാൾ പറയുന്നിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യണമെന്നാണോ നിങ്ങൾക്ക് പറയണേ? എന്റെ മോൾ ഒരു വയ്യാതിരിക്കുന്ന കുഞ്ഞാ. അതെ, ഞാൻ ഇതൊക്കെ അയച്ചു തന്നത് ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് ഞാനൊക്കെ അറിഞ്ഞത് വെച്ചിട്ട് ഈ സ്ത്രീ പ്രശാന്തനെ വിവാഹം കഴിച്ചതോ? എന്റെ പൊന്നു ചേച്ചി, മോളെ വിട്. ആ മോൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറയാം. ആ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ജിനു ഗോപി, തനൂജ, ദേവൂസ്, വീണ, ഇങ്ങനെ ഉള്ള ഒരു ഒരു ബെൽറ്റാണിത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുന്നേ വീഡിയോ ചെയ്തതും ആദ്യമായിട്ട് തനൂജ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, എനിക്ക് ഇപ്പോൾ ഇവർ കാണിക്കുന്ന ഈ പരിപാടികളിലൊന്നും വലിയ യോജിപ്പില്ല. ഓക്കെ, അതിലോട്ട് വരാം. അതായത് വിഷയം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം ബാക്ക് ജിനു ഗോപി, തനൂജ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. ജിനു ഗോപി ഒരു കോമഡി ആർട്ടിസ്റ്റാണ്. കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് ഇടയിൽ തന്നെ ഇവരുമായിട്ട് ബന്ധം വേർപെടുത്താതെ തന്നെ ജിനു ഗോപി മറ്റൊരു സ്ത്രീയുമായിട്ട്, വീണ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, അതിലൊരു കുട്ടി ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ബന്ധം മീൻസ് ഈ ജിനു ഗോപിയും തനൂജയും അടിച്ച് വേർപിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സ്വന്തം മകളുടെ മുഖത്ത് നോക്കിയിട്ട് ഇതെന്റെ മകളല്ല, DNA ടെസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു നാറിയ അപ്പൻ. ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ജിനു ഗോപി ആ ഒരു കാര്യത്തിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ, ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയം ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൽ ന്യായമാരുടെ ഭാഗത്ത് എന്നുള്ളതല്ല എന്റെ ക്വസ്റ്റ്യൻ. പക്ഷെ സ്വന്തം മകളുടെ മുഖത്ത് നോക്കിയിട്ട് ഭാര്യയോടുള്ള ദേഷ്യമാകാം, എന്തുമാകാം, അമ്മാതിരി തന്തയില്ലായ്മ വിളിച്ച് പറയുന്നത് എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ പേരിൽ ഈ പറയുന്ന ജിനു ഗോപി എന്നെ കയറി പോയി പിന്നെ വന്നിട്ട് മാപ്പ് വീഡിയോ അത് ഇതൊക്കെ കോപ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ലാതെ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്റെ റീസൺ, എന്തൊക്കെ വന്നാലും എത്ര ദേഷ്യം വന്നാലും സ്വന്തം മകൾ നിൽക്കുക, മകളുടെ മുഖത്ത് നോക്കിയിട്ട് ഭാര്യയോടുള്ള ദേഷ്യമായാലും ഭാര്യയുടെ അച്ഛനോടുള്ള ദേഷ്യമായാലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയൂ. നമുക്ക് എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ മകൾ അല്ലെങ്കിൽ മകൻ മുന്നേ നിൽക്കുമ്പോൾ ഇതെന്റെ മകനല്ല, ഇതെന്റെ മകളല്ല, കൊണ്ട് DNA ടെസ്റ്റ് കൊണ്ട് വാടിയെന്ന് ആരെങ്കിലും പറയൂ? ഏതെങ്കിലും ഒരു അപ്പൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മ പറയത്തില്ല. അതുകൊണ്ട് തന്നെ ജിനു ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ അതിനുശേഷം ഈ തനൂജയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുകയും യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതുവഴി അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റപ്പിൽ വരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം സെറ്റപ്പായി വന്നപ്പോൾ പിന്നെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകളുണ്ട് ദേവൂസ് എന്ന് പറയുന്ന മകളെ മുൻനിർത്തിക്കൊണ്ട് സ്വന്തം അപ്പനെതിരെ വീഡിയോ ഇടുക, മകളെ കൊണ്ടിരുത്തി കരയിപ്പിച്ച് വീഡിയോ ഇടുക, അങ്ങനെ കുറെ ഊളത്തനങ്ങൾ ഇവർ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഞാൻ അടങ്ങുന്ന എല്ലാവരും, ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ യൂട്യൂബേഴ്സും നേരെ ഉൾട്ടടിച്ച് തിരിഞ്ഞു. കാരണം ഇവർ ചെയ്യുന്നത് മിസ്റ്റേക്കാണ്. ആ കുട്ടിയെ ഇരുത്തി കരയിപ്പിക്കുക, കുട്ടിയെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുക, ചെയ്യിപ്പിക്കുക, ഓരോരോ കോപ്പിലെ പരിപാടികൾ ആ കുട്ടിയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ ഇവർ മുൻനിർത്തി കളിക്കുന്ന പോലത്തെ ഒരു കളി ഇവർ കളിച്ചു തുടങ്ങി. അതിനെ തുടർന്ന് എല്ലാവരും ഇവർക്കെതിരെയായി, ഇവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള രീതിയിലായി. അങ്ങനെ വിമർശനങ്ങൾ ഇവർക്ക് കൂടി. എന്നാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്ന് ഉള്ളത് വേറൊരു വാസ്തവം. പക്ഷെ ഇപ്പൊ റീസെന്റ് ഞാൻ ഇവരുടെ കണ്ടന്റുകളോ ഒന്നും കാണാറില്ല, ഇവരുടെ വീഡിയോസ് ഒന്നും കാണാറില്ല, ഒന്നുമില്ല. എന്നാൽ ഒരു 3 ദിവസം മുന്നേ ഇവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ലൈവിൽ ഇവരെന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങോട്ട് എത്തി നോക്കാറില്ല. കാരണം എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങോട്ട് പോകാറില്ല. അതുപോലെ സമീറ എന്ന് പറയുന്ന ഒരു ലേഡി ഇവരെ പറ്റിയിട്ടും ഈ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ഇങ്ങനെ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തില്ല, കുറച്ച് തിരക്കായി. ഇപ്പൊ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ അവരുടെ സമ്മതത്തോടെ തന്നെ ഞാൻ ആ വോയിസും ഈ വീഡിയോയിൽ വയ്ക്കുന്നതാണ്. ഓക്കെ, അവര് ഈ സംഭവങ്ങളൊക്കെ കുറച്ചധികം ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്ന, ഇവർ തമ്മിൽ എന്തൊക്കെയോ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആരൊക്കെ ഇതിന്റെ ഇടയിൽ അടിയും വഴക്കും, ഇവര് പരസ്പരം എന്തൊക്കെയോ കച്ചറ പരിപാടിയുണ്ട്. അപ്പൊ ഈ കച്ചറ പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് തനൂജയുടെ അടുത്ത് ആ മോളെ ഇതിന്റെ ഇടയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്. നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടിക്കോ. പക്ഷെ ആ മോളെ മുൻനിർത്തി സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്പിലെ പരിപാടി കാണിക്കാതിരിക്കുക. കാരണം ആ മോളുടെ ഭാവിയാണ് ബാധിക്കുന്നത്. ആ കൊച്ചിന് അത്യാവശ്യം നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡാൻസ് ഒക്കെ കളിക്കും. ഞാൻ മുന്നേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത്രയും നല്ല കലാപരമായിട്ടൊക്കെ എന്തൊക്കെ കഴിവുകളൊക്കെ ഉണ്ട്. ആ മോളുടെ കാര്യം നോക്കി
ഇനിയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 10 ബിരിയാണി എടുത്ത് വെച്ച് വിറ്റാലും പൈസ കിട്ടും. യൂട്യൂബിൽ വീഡിയോ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ആ മകളെ വളർത്താൻ നോക്കുക. ഇനിയും ജിനു ഗോപി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിടുക, ഡിവോഴ്സോ അതിന്റെ മറ്റേ നഷ്ടപരിഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് എന്നും വന്നിട്ട് ജിനു ഗോപി അത് ചെയ്ത് ഇത് ചെയ്ത് എന്റെ മോളുടെ അപ്പായി മറ്റത് മറിച്ചത് കോപ്പെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇനി ഒരു കാലത്തും എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞാലും ജിനു ഗോപി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പോകുന്നില്ല. അങ്ങേർക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ട്. പിന്നെ നിങ്ങൾ അങ്ങനെ നെഞ്ചത്ത് കയറി ഇടിച്ച് പൊങ്കാലിട്ടിട്ടുള്ള വീഡിയോ അടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒഴിവാക്കിയില്ലെങ്കിലേ അതിശയമെന്ന് എനിക്ക് തോന്നിപ്പോയി. സീരിയസ്ലി ഒഴിവാക്കിയില്ലെങ്കിലേ അതിശയമെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ അവിടെ കരിവാരി തയ്ക്കപ്പെടുന്ന ആ കുട്ടി മാത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദയവ് ചെയ്തിട്ട് ആ കുട്ടിയെ വീണ്ടും ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് ആ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഓരോ കോണ്ടന്റ് ഉണ്ടാക്കി വീണ്ടും സോഷ്യൽ മീഡിയയിൽ അടിയും കച്ചറയും കുറെ പരിപാടി നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ അത് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു DNA കേസും കൊണ്ട് വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വർഷങ്ങൾക്ക് മുന്നേ ഇട്ടിട്ടുള്ള DNA കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. നിങ്ങൾ ചെറിയൊരു ബൈറ്റ് ഒന്ന് കണ്ടു നോക്ക്. അല്ല ജിനു ഒന്നും കൂടെ പറ എനിക്കിത് കോടതി കൊടുക്കണം. പറ. എന്റെ കൊച്ചല്ല, എന്റെ കൊച്ചാണോ എനിക്ക് DNA ടെസ്റ്റ് എനിക്ക് ആണല്ലേ? എന്റെ കൊച്ചാണോ എനിക്ക് DNA ടെസ്റ്റ് എനിക്ക് ആണല്ലേ? എന്റെ കൊച്ചാണോ എനിക്ക് DNA ടെസ്റ്റ് എനിക്ക് ആണല്ലേ? കേട്ടല്ലോ, എന്റെ കൊച്ചാണെന്ന് എനിക്ക് DNA ടെസ്റ്റ് വേണം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട അപ്പനായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ദേവസിനെ കണ്ടു കഴിഞ്ഞാൽ ജിനു ഗോപിയെ വാർത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ജിനു ഗോപി പറഞ്ഞതാണ് ഏറ്റവും വലിയ തന്തയില്ലായ്മ എന്ന് ഞാൻ പറയും. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെയും അടിയുടെയും പ്രശ്നത്തിന്റെ ഇടയിൽ ജിനു ഗോപി അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അത് ഒരിക്കലും ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പറ്റത്തില്ല. അത് ചിലപ്പോൾ അപ്പോഴത്തെ ഫ്രസ്ട്രേഷനിൽ ഇവരോടുള്ള ദേഷ്യത്തിൽ എല്ലാം ആയിരിക്കാം പറഞ്ഞത്, മേ ബി അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആ ഒരു പറച്ചില് ഒരു അപ്പനെന്ന നിലയിൽ നിങ്ങൾ ലോക തോൽവി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ പുതിയൊരു ഭാര്യയും പുതിയൊരു മകളെയും അല്ലെങ്കിൽ പുതിയൊരു കുഞ്ഞിനെയൊക്കെ കിട്ടിയപ്പോൾ ഓക്കെ, നിങ്ങൾ ആ ജീവിതം അടിപൊളിയായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് നിൽക്ക് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ഭാര്യയോടുള്ള എക്സ് വൈഫിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനുശേഷം ജിനു ഗോപി പിന്നെ വന്നിരുന്ന് കരഞ്ഞു, സംസാരിച്ചു, പക്ഷെ നാട്ടുകാരും സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഒരിക്കലും ഒരു അപ്പന്റെ വായിൽ നിന്നും വരാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒറ്റ മനുഷ്യൻ ആ ഒരു കേസിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല. അത് നിങ്ങൾ ഇനി എത്രയൊക്കെ മാപ്പ് പറഞ്ഞാലും എത്രയൊക്കെ റിഗ്രറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. എന്നാൽ ഇതിനുശേഷം പിന്നെ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ വന്നിട്ട് വലിയ കാര്യത്തിലൊക്കെ കരയുന്നുണ്ടായിരുന്നു. ഓക്കെ, ചിലപ്പോൾ വിഷമം കാണാം ഉള്ളിൽ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയെന്നുള്ള റിഗ്രറ്റ് ഫീൽ കാണാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അത് തെറ്റായിപ്പോയി. തെറ്റ് തന്നെയാണ് മോനെ. അതിൽ ഇനിയിപ്പം നിന്നെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പ് ഒന്ന് കാണാം. മോളെ കാണാറുണ്ടോ ചേട്ടാ? മോളെ കാണാറുണ്ടോ? എന്റെ കൊച്ചല്ല, എന്റെ കൊച്ചല്ല. അല്ല ജിനു ഒന്നും കൂടെ പറ എനിക്കിത് കോടതി കൊടുക്കണം. പറ. എന്റെ കൊച്ചല്ല, എന്റെ കൊച്ചാണോ എനിക്ക് DNA ടെസ്റ്റ് എനിക്ക് ആണല്ലേ? എന്റെ കൊച്ചാണോ എനിക്ക് DNA ടെസ്റ്റ് എനിക്ക് ആണല്ലേ? എന്റെ കൊച്ചാണോ എനിക്ക് DNA ടെസ്റ്റ് എനിക്ക് ആണല്ലേ? ഓക്കെ, അതായത് മോളെ കുറിച്ച് ചോദിക്കുമ്പോൾ വലിയ കരച്ചില് വീഴ്ചയിലൊക്കെയാണ്. അന്നത്തെ ഒരു എടുത്തുചാട്ടത്തിലായിരിക്കാം മേ ബി. അത് തനിക്ക് തന്നെ വള്ളിയായെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാൽ അതിനുശേഷം തനൂജ ഈ പറയുന്ന പോലെ കൊച്ചിനെ ഒറ്റയ്ക്ക് വളർത്തുന്നു. ഒരു സിംഗിൾ പാരന്റിംഗ് എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. ആ കൊച്ചിനെ കൊണ്ട് പെരുവഴിയിൽ ഇറങ്ങിയിട്ടാണ് അവർ ഗതികേടിലെന്ന് പോയി. പിന്നെ അതിനുശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പൈസപരമായിട്ടൊന്നും സഹായിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. അത് സഹായിച്ചു കൊടുത്ത മോണിറ്റൈസേഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നെ ഈ തനൂജ ചെയ്യുന്ന കാര്യങ്ങൾ യോജിപ്പില്ലാണ്ടായി. യോജിപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ മുൻനിർത്തിക്കൊണ്ട് ആ കൊച്ചിന്റെ ഭാവി അടക്കം നശിപ്പിക്കുന്ന രീതിയിലാണ് തനൂജ ഓരോ പ്രവൃത്തികളും കാട്ടിക്കൂട്ടിയത്. അത് ചിലപ്പോൾ വിവരമില്ലായ്മയാവാം, വോട്ടവർ എന്തായാലും കാണിച്ചു കൂട്ടിയതെല്ലാം ഊളതനങ്ങളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആ കൊച്ചിന് സ്കൂളിൽ പോകാനുള്ളതാണ്, മറ്റുള്ള കുട്ടികളെയും കൂട്ടുകാരെയൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ്, ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യേണ്ടതാണ്. ഈ കുടുംബ പ്രശ്നം പ്രത്യേകിച്ച് കാലാകാലം ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അടിക്കുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു നിസ്സായ അവസ്ഥ കൊണ്ട് ഗതികേട് കൊണ്ടുമാണ് ആ സമയത്ത് ഇവരത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ജനങ്ങളെ സപ്പോർട്ട് കിട്ടുകയും ഒക്കെ ചെയ്തത്. എന്നാൽ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഊളത്തനങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത്. പല രീതിയിൽ ഇവർ പല അഭിപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. ആ കൊച്ച് ആണ് ഇതിന്റെ ഇടയിൽ കരിവാരി തേക്കപ്പെട്ടുകൊണ്ടിരുന്ന. എന്നാൽ ഇപ്പോ റീസെന്റ് വേറെ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതിനു മുന്നേ ഇടക്കാലത്തും ഇവരൊരു പ്രസ് മീറ്റിൽ വന്നിരുന്നിട്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇപ്പോഴവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞാൻ ചെലവിനുള്ള കേസ് കൊടുത്തായിരുന്നു 2 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ ആളുടെ കുടുംബ വീട്ടിലേക്കുള്ള അഡ്രസ്സിലായിരുന്നു കോടതിയിൽ നിന്ന് പേപ്പർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2 വട്ടം മടങ്ങിയപ്പോൾ എന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞു,
ആളുടെ ശരിക്കുള്ള അഡ്രസ്സ് കിട്ടിയാൽ അയാൾ കൈപ്പറ്റണം, നോട്ടീസ് കൈപ്പറ്റി മാത്രമേ നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഒരു ആർട്ടിസ്റ്റുകളും ഒരു കൂട്ടുകാരന്മാരും ഒരാളും എനിക്ക് പറഞ്ഞു തന്നില്ല. ലാസ്റ്റ് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി എന്നെ പറഞ്ഞു തന്നു, ചേച്ചി ഇന്നടുത്തുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ പാലാരിവട്ടത്ത് പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് 2023 ഞാൻ ആൾ അന്വേഷിച്ച ആൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളെയും കൊണ്ട് ചെല്ലും. മോൾ ഇത്ര വർഷമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ മോൾക്ക് കാണണമെന്നും പറഞ്ഞു. ഞങ്ങൾ പോയപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്. അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ടിട്ട് ഭയങ്കര വൈറലൊക്കെ. അയാൾ മോളുടെ മുന്നിൽ നിന്ന് DNA ചോദിച്ചു. ആളല്ല, ആളുടെ കൂടെയുള്ള ലേഡി പറഞ്ഞു, ചെലവിന് തരേണ്ട കാര്യം എന്താണ്, നിനക്ക് അഡ്രസ്സും തരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോ, അതായത് DNA കേസ്. അപ്പോൾ ഇത് പ്രസ് മീറ്റിൽ തനുജ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരിക്കലും ജിനു ഗോപി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അന്ന് ചെയ്തിട്ടുള്ളൂ. ആ കുഞ്ഞു മകൾ, ആ മകള് നിൽക്കുക, ആ മകളുടെ മുഖം കണ്ടുകൊണ്ട് എങ്ങനെ തനിക്കത് പറയാൻ തോന്നി, അതിപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എത്രയൊക്കെ ക്രൂരനായാലും സ്വന്തം മകളുടെ മുഖത്ത് നോക്കിയിട്ട് മകള് നിൽക്കേ, ഇതെന്റെ മകളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരച്ഛനല്ല. അതിനുശേഷം വന്നിരുന്നിട്ട് എത്ര കരഞ്ഞിട്ടും അതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അടുത്ത് ഇതിന്റെ ബാക്കി കുറച്ചുകൂടി കേട്ട് നോക്കാം. ഇത് ഇയാളുടെ മകളല്ല. അപ്പോൾ ആളോട് പറഞ്ഞു, എടാ നിന്റെ മകളാണോടാ എന്ന് ആളോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു. എന്നോട് പറഞ്ഞു, എൻ്റെ മകളാണെന്നോ, എനിക്ക് DNA വേണമെന്ന് പറഞ്ഞു. അപ്പോഴും മോള് കരഞ്ഞുകൊണ്ടിരിക്കുക, അപ്പായി എന്ന് പറഞ്ഞാൽ ആൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല. അവർക്ക് ഇപ്പം ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് ആളെടുത്ത് പോകുമല്ലാതെ എൻ്റെ മോൾ ഒരു വശത്തുനിന്ന് പോലും നോക്കിയില്ല. ലാസ്റ്റ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നപ്പോൾ പുള്ളി തെറ്റിയിട്ടുള്ളൊരു അഡ്രസ്സ് എനിക്ക് തന്നത്. പക്ഷേ അതിൽ നോട്ടീസ് അയച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അയാളുടെ വക്കീലിനോട് പറഞ്ഞു അഡ്രസ്സ് തെറ്റാണെന്ന് പറഞ്ഞപ്പം ഒറ്റ പ്രാവശ്യം അയാൾ തിരുവനന്തപുരത്ത് കുടുംബ കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവരുടെ കുടുംബ കോടതി കാര്യങ്ങൾ, കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. അതിന്റെ പിന്നാലെ നിങ്ങൾ പോകുന്നത് എന്തോ ഓട്ടമാണ്. ഇനിയിപ്പം നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെ, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ. പക്ഷേ എന്ത് സംസാരിച്ചാലും ഇതിന്റെ ഇടയിൽ ആ കുട്ടിയെ വലിച്ചിടരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഓക്കെ, ഈ തനുജ എന്ന് പറയുന്ന ലേഡിയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ചില സമയം ഇവർ കാണിക്കുന്ന ഊളത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചൊറിഞ്ഞു വരും. ഇനി 3 ദിവസം മുന്നേ ഇവരിട്ട പോസ്റ്റ് ഞാനൊന്ന് നോക്കി. ഇതിൽ ജിനൂസ് കണക്ട് ആവുന്നുണ്ട്. ജിനൂസ് ഇതെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജിനൂസിന് കുറെ പൂര തെറിവിളിയും കിട്ടുന്നുണ്ട്, ജിനൂസിന്റെ നെഗറ്റീവും വരുന്നുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ആദ്യം ഇവരിട്ടിട്ടുള്ള പോസ്റ്റ് ഒന്ന് വായിക്കാം. എന്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിനോട്, ഞാനും എന്റെ മോളും ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ അനുഭവിച്ച നാണക്കേടിന് ഇന്ന് ദൈവം കണക്ക് കൊടുത്തു. അതായത് ഞാനും എന്റെ മോളും ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ അനുഭവിച്ച നാണക്കേട്. ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നാണക്കേട് അനുഭവിച്ചത്? എങ്ങനെയാണ്? നിങ്ങൾ തന്നെയാണ് വീഡിയോ കൊണ്ടിട്ടത്. അല്ലാതെ നമ്മൾ ആരും നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഇട്ടില്ല. നിങ്ങളാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് കൊണ്ടിടുന്നത്. അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അറിയുന്നത്. ഞാനടക്കം കാണുന്നത് അങ്ങനെയാണ്. നിങ്ങളാണ് അതിനുശേഷം എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും ഈ വിഷയം നാട് മൊത്തം അറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നാണം കെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് അതിന് ദൈവം കണക്ക് കൊടുത്തെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. സത്യം അധികം നാൾ മറച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. അതെ, സത്യം അധികം നാളൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഒടുവിൽ അത് മറനീക്കി പുറത്തു വരും. എന്നെ ദ്രോഹിക്കണമെന്ന ഉദ്ദേശത്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ജിനു ഗോപി തൻ്റെ മകൾക്കായി എനിക്കെതിരെ കേസ് കൊടുത്തു. അതായത് മകൾക്കായിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. അതിന്റെ അർത്ഥം ജിനു ഗോപി ഈ പറഞ്ഞതുപോലെ ദേവൂസ് തന്റെ മകളാണെന്ന് അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയാം, ജിനു ഗോപി അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യോജിപ്പില്ല. അത് ചിലപ്പോൾ എടുത്തുകാരി പറഞ്ഞായിരിക്കും, പക്ഷെ തന്തയില്ലായ്മ തന്നെയാണ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അനുഗ്രഹ ജിനുവിന്റെ അച്ഛൻ ആരാണെന്ന് യൂട്യൂബിലെ ജഡ്ജിമാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? ഇത്തരം കാര്യങ്ങൾ നിങ്ങളിങ്ങനെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അതായത് യൂട്യൂബിൽ ഇവർക്കെതിരെയൊക്കെ സംസാരിക്കുന്നവരും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ ടീമുകൾ അടിയും വഴക്കൊക്കെ ഉണ്ട്. അവർക്കുള്ള മറുപടിയായിട്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്ന ആ മകളുടെ ലൈഫ് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഊളത്തനങ്ങളുടെ മേൽ ഊളത്തനങ്ങളായിട്ട് നിങ്ങൾ ജീവിക്കുന്നു. പക്ഷെ ആ കുഞ്ഞു, വളർന്നു വരുന്ന ആ കുഞ്ഞിനാണ് ഇനി സമൂഹത്തിൽ ജീവിക്കേണ്ടത്. ആ കുഞ്ഞാണ് ഈ സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതും അതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത് കാലക്രമേണ. അപ്പൊ നിങ്ങളൊരു അമ്മ എന്ന നിലയ്ക്ക് ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിലോട്ട് നാട്ടുകാരുടെ മുന്നിൽ ഇട്ടുകൊടുത്ത് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കിടയിൽ ആ കുട്ടിയുടെ ജീവിതമാണ് നശിക്കുന്നത്. അത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല. വോട്ടവർ എന്തായാലും കൊള്ളാം. ഓക്കെ, പക്ഷേ എൻ്റെ സംശയം ഇപ്പോൾ എങ്ങനെ പെട്ടെന്ന് ബോധം വന്നതാണ് എന്നാണ്. അതായത് ഇവരുടെ ഈ ഒരു
പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിനു ഗോപി തന്റെ മകൾക്ക് വേണ്ടിയിട്ട് ദേവൂസിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതായത് ഇവരിൽ നിന്നും ആ കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ ഒരു വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ നിലവിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവരെ ഒരു ഫേക്ക് പോസ്റ്റ് ഇട്ടതാണ്, ഇത് വെറും ഉടായ്പ പോസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ വളഞ്ഞൊടിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് എവിടെയോ എന്തോ ഒരു ചീഞ്ഞ നാറ്റം എനിക്ക് അടിച്ചിട്ടുണ്ട്. ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. സന്തോഷമായി, മകളുടെ DNA ചോദിച്ച അച്ഛൻ അവൾ സ്വന്തം മകളാണെന്ന് സമ്മതിച്ചു. ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതൽ ഒരു മനുഷ്യ മൃഗങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ദേവൂട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ട്. ഇവിടെ ദേവൂട്ടി ജിനു ഗോപിയുടെ മകളല്ലെന്ന് ജിനു ഗോപി ഒന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ദേവൂട്ടി എന്ന് പറയുന്നത് ജിനു ഗോപിയുടെ അതേ ഫേസ് കട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അത് മാത്രം മതി, അതിനിപ്പോൾ വേറെ DNA ടെസ്റ്റിനൊന്നും പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ജിനു ഗോപി കാണിച്ചിട്ടുള്ളത് കുണച്ച പരിപാടി തന്നെയാണ്. പക്ഷെ ഇവരിപ്പോൾ കാണിക്കുന്ന അതിനേക്കാളും കുണച്ച പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്രയും കാലം ഒരു ബിസ്ക്കറ്റിന് പോലും അവന് തോന്നിയില്ല വാങ്ങിക്കൊടുക്കാൻ. ഇപ്പോൾ അപ്പനായി ഇറങ്ങി ഉളുപ്പുണ്ടോ? അതായത് ഇവരിട്ടിട്ടുള്ള ഫേക്ക് പോസ്റ്റാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, ദേവൂട്ടിക്ക് വേണ്ടിയിട്ട് ജിനു ഗോപി അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ് പുറത്ത് വരുന്നത്. അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടില്ല എന്ന് ഇവർ പറയുന്നത് കള്ളമാണെന്നും പറയുന്നുണ്ട്. അറിയില്ല അതിന്റെ സത്യാവസ്ഥ. നോക്കാം, നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. അവിടെ കുറച്ച് വിസിറ്റേഴ്സ് പോയത് ഇതിനായിരിക്കും അല്ലേ? പാവം, ജയിലിലേക്കുള്ള വഴി സ്വയം വെട്ടി. തനുജ ഇപ്പോഴും ഞാൻ പറയുന്നു മോളോട് പറഞ്ഞു പഠിപ്പിക്കുക, അവനെ കണ്ണിൽ പോലും കാണാൻ ആഗ്രഹമില്ലെന്ന്. ഇല്ലെങ്കിൽ കുട്ടി പറയും അപ്പനോടൊപ്പം പോകണമെന്ന്. നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കില്ല പിന്നീട് നടക്കുന്നത്. അവരുടെ ജയമായിരിക്കും. അതിനുവേണ്ടി ഒരാളല്ല കൂട്ടം കൂടി പൈസ ഇറക്കിയുള്ള കളിയാണ് നമ്മൾ കാണുന്നത്. തമാശ അല്ലെന്ന് എപ്പോഴും ചിന്തിക്കുക. ഒരപ്പൻ സ്വന്തം മകളെ തള്ളിപ്പറഞ്ഞു ഇല്ലെന്ന് പറയുന്നില്ല. അത് ചിലപ്പോൾ അപ്പോഴത്തെ ഫ്രസ്ട്രേഷനിലായിരിക്കും. പക്ഷെ തന്തയില്ലായ്മയെന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ള ആ മകളെ സ്വന്തം മകളായി കണ്ട് സ്വീകരിക്കാൻ അപ്പൻ തയ്യാറാണെങ്കിൽ ഈ നാട്ടിൽ കിടക്കണതിന് അതിൽ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഒരു കാര്യമില്ല കണ്ടവന്റെ കുടുംബ കാര്യത്തിൽ കയറി ഇടപെടും. ആ പരിപാടി ഏത് ഇപ്പൊ ഇവരൊക്കെ തന്നെ നീ അങ്ങനെ സ്വീകരിക്കല്ലോ, അങ്ങനെ മോളെ അങ്ങോട്ട് വിടല്ലേ, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ആ കൊച്ചിന്റെ അപ്പനാണ് അവൻ. ആര്? ജിനു. ആ സ്ഥിതിക്ക് ആലോചിക്കുക. അല്ലാതെ നാട്ടുകാർ കയറിയിട്ട് ഇങ്ങനെ കൊണകൊണ അഭിപ്രായം പറഞ്ഞ് ചുമ്മാ നശിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങളാണ് ഓരോന്നിനും വളം വെച്ച് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഓടിയ ആണും ഹൃദയരോഗിയായ കുഞ്ഞിനെ ഉൾപ്പെടെ ഉപേക്ഷിച്ച് ഓടിയ സ്ത്രീയും കൂടിയാണ് ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് നോക്കാൻ പോകുന്നത്. 3 കുഞ്ഞുങ്ങളെ അനാഥരാക്കി സ്വന്തം സുഖം തേടി പോയവർ നാളെ ആ കുട്ടിയെ തെരുവിൽ വീണ്ടും ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പുണ്ടാകും. കാര്യമായിട്ടുള്ളൊരു കമന്റാണ്. കാരണം സ്വന്തം കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞു പോയി ഇവനും, പിന്നെ അവിടെ അവരും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് അറിയത്തില്ല. പിന്നെ അവർക്ക് അവരുടേതായ റീസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പിന്നെ വന്ന് കിടന്നിട്ട് കൈകാലോട്ട് അടിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത തന്തയില്ലായ്മകൾ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് വലിയ പുണ്യാളത്തി ആവുന്നെന്ന് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനേക്കാളും വെറും ഊളത്തനാണ് തനുജ കാണിക്കുന്നത്. അതിന്റെ റീസണും ഞാൻ പറയാം. ആദ്യം ഈ സമീറ എന്ന് പറയുന്ന ലേഡിയുടെ വോയിസ് കേൾക്കാം. ജിനൂസിന്റെ വീഡിയോ പറ്റിയിട്ട് പറയുന്നുണ്ട്, കേട്ട് നോക്കാം. കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതെ, ഞാനിതൊക്കെ അയച്ചു തന്നത് ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് ഞാനൊക്കെ അറിഞ്ഞത് വെച്ചിട്ട് ഈ സ്ത്രീ പ്രശാന്തനെ വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ അവരും അയാളുടെ കൂടെ ജീവിച്ച ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചെന്നോ ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും നാള് ജിനു ഗോപി എന്ന് പറയുന്ന അവൻ ചെയ്തതെല്ലാം ശരിയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അവള് ഇത് മറച്ചു വെച്ച് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുള്ളത്, തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഒരുപാട് നുണകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരെ ദ്രോഹിച്ച് ഞാൻ എൻ്റെ ജിനുവിനെ മാത്രം ഓർത്താണ് ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ജിനുവിന് വേണ്ടി മാത്രം, ജിനു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, വീണ എന്ന് പറയുന്ന സ്ത്രീ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് പേരെ പറ്റിച്ച് അതായത് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്ന നിമിഷം വരെ, പുറത്തു വരുന്ന നിമിഷം വരെ ഈ സ്ത്രീ അത് മറച്ചു വെച്ചുകൊണ്ട് ഇവള് സോഷ്യൽ മീഡിയയിൽ വന്നത് ഇപ്പൊ അയാളെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഇന്ന് നമ്മുടെ ജിനൂസ് ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇവള് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കുന്ന ഒരു ഷോർട്സ് എടുത്തിട്ട് ജിനൂസിന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അവൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ജിനു ഗോപി അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല. കൊച്ചിനെ ഇത് വേണമെന്നും പറഞ്ഞിട്ട് ജിനു ഗോപി കൊടുത്തിട്ടില്ല. ജിനു ഗോപി മറ്റേ CWCCയിലാണ് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. അത് കൊച്ചുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ വിഷയങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
കൊച്ച് ബാധിക്കപ്പെടുന്നതും കൊച്ചു സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കൊച്ചിനിങ്ങനെ അപമാനിക്കുന്നതും ഒക്കെ അതിനെപ്പറ്റി ബാധിക്കുന്ന വിഷയമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ജിനൂസ് അത് അറിയാതെയാണ് വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം എടുത്ത് ഒരാൾ പോലും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും എന്താണ് ഈ ഒരു വിഷയത്തെ എടുക്കാത്ത? അല്ലാതെ ഒരു നിസ്സാര വിഷയം, ഇപ്പം ഞാനൊക്കെ വന്നിരുന്ന ചീത്ത വിളിക്കുകയോ തമ്മിലടിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളൊക്കെ എടുത്ത് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം, അതായത് ഈ സ്ത്രീ ഒത്തിരി ഇന്റർവ്യൂകളിൽ ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ട് പ്രശാന്തനുമായിട്ടൊരു ബന്ധവുമില്ല, പ്രശാന്തനെ വിവാഹം കഴിച്ചിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. ജിനുവിനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഭാര്യയാണ്, ജിനുവിനെ ഓർത്ത് മാത്രം ജീവിച്ച ഭാര്യ ആയിരുന്നെങ്കിൽ എങ്ങനെ പ്രശാന്തന്റെ കൂടെ 8 മാസം താമസിച്ച് അയാളുടെ ഒരു കൊച്ചിനെ ഉദരത്തിൽ ചുമന്നു? അതിന് നിങ്ങൾ ആരും ചോദിച്ചില്ല, ഒരു വീഡിയോ പോലും ചെയ്തില്ല. എനിക്കങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിനും ഒന്നും അറിയത്തില്ല. അറിയാവുന്ന എല്ലാവരോടും ഞാൻ ജിനൂസിനോട് പറഞ്ഞിട്ടുണ്ട്. ജിനൂസ് പറഞ്ഞു അവൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഇന്ന് ആ വീഡിയോ ഇട്ടത് കൊണ്ട് അവനത് ഇന്ന് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞത് കൊണ്ടാന്ന് വിചാരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തൊന്ന് നിങ്ങൾക്കത് ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ അറിയായിരിക്കുമല്ലോ. ഒന്ന് പ്രതികരിക്കാൻ പാടില്ലടാ ഇത് ഈ ഒരു വിഷയത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയട്ടെ. ഇവരിങ്ങനെ ഒരു കള്ളം പറഞ്ഞ കാര്യം അത്രയും ഇവര് എല്ലാ ഇന്റർവ്യൂവിലും പോയിരുന്നിട്ട് അത്രയും ഇവര് കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ കഥയാണെന്ന് വരെയാണ് ഈ സ്ത്രീ എല്ലാ ഇന്റർവ്യൂവിലും പോയി പറഞ്ഞേക്കുന്നത്. ഒരുപാട് ജാങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂവിൽ കിടപ്പുണ്ട്, പിന്നെ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂവിൽ കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിലെല്ലാം ഇവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരാളില്ല, അത് നുണ പറഞ്ഞുണ്ടാക്കിയതാണെന്നാണ്. അപ്പം നിങ്ങളതെടുത്ത് എന്തിയാടാ നിങ്ങൾ ആരും പ്രതികരിക്കാത്തത്? നിങ്ങൾ ചെറിയ എന്തോ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു കാര്യം നിങ്ങൾ ആരും ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടല്ലല്ലോ ഇവരുടെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇവരത് മറച്ചു വെച്ചിട്ടല്ലേ വന്നത്. അതും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാലോ. പക്ഷെ നിങ്ങൾ ആരും അതേക്കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല. പറ്റിയ ഒന്ന് ചെയ്യടാ വീഡിയോ. ഞാൻ പറഞ്ഞത് കൊണ്ട് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് ചെയ്യണമെന്ന് തോന്നി, ഞാൻ ചെയ്തു. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ, എനിക്കിപ്പോൾ ഇവരുടെയൊക്കെ വിഷയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവരിട്ടിട്ടുള്ള ആ പോസ്റ്റ് ഫേക്ക് ആണെന്നാണ് ഇവിടെ ഈ ലേഡി പറഞ്ഞു വെക്കുന്നത്. അതായത് ജിനു ഗോപി അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല, കൊച്ചിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടില്ല എന്ന് ഇവർ പറയുന്നു. അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല എങ്കിൽ തനുജ ചെയ്യുന്നത് തെറ്റല്ലേ? വെറും ഫേക്ക് സാധനമല്ലേ നാട്ടുകാരുടെ ഇടയിലേക്ക് പടച്ചു വിടുന്നത്? അത് ഭയങ്കര റോങ് അല്ലേ? അതുപോലെ വേറെ ഒരു പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ കേസൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആകെ ഒരു കാര്യം പറയാം, എല്ലാം കണക്കാം. ഈ തനുജയിലും ജിനു ഗോപിയിലും എല്ലാം കണക്കാം. പക്ഷെ ഇതിന്റെ ഇടയിൽ കരിവാരി തേക്കപ്പെടുന്നത് കുട്ടികളാണ്. ആ കുട്ടിയെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു എന്ത് പറയും കോമാളിയാക്കുന്നത് എനിക്ക് ഒരു തരത്തിൽ യോജിപ്പില്ല. ആ കുട്ടിയുടെ ഭാവിയാണ് ബാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തോ ഒരു കേസൊക്കെ ജിനു ഗോപി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് കേട്ടോ ജിനു. അത് നല്ലൊരു കാര്യം തന്നെയാണ്, അത് ആവശ്യം തന്നെയാണ്. കാരണം ഇനി ആ കുട്ടിയെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ആ കുട്ടിയുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് കരിവാരി തേക്കപ്പെടാതിരിക്കുക. ഇപ്പോൾ ജിനു ഗോപിക്ക് എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ റിഗ്രറ്റ് ഫീൽ കാണും, കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു മകളുടെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഒരിക്കലും എനിക്കത് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയെങ്കിലും ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക, സംസാരിക്കുക. നമുക്ക് നോക്കാം. ഈ ഉടായ്പകൾ ആര് കാണിച്ചാലും വലിച്ചീറി ഒട്ടിക്കുക എന്നതാണല്ലോ നമ്മുടെ പരിപാടി. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.